ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചെറിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ ഞങ്ങൾ ടീച്ചേഴ്സും ഞങ്ങളുടെ സ്റ്റാഫെല്ലാം കൂടി ചേർന്നിട്ട് ഒരു ചെറിയൊരു ഗെറ്റ് ടുഗെദർ പോലെ ആണ്. ആ വീഡിയോ ആയിട്ടാണ് വന്നത്. പക്ഷേ കഴിഞ്ഞിട്ട് കുറേ ദിവസമായി, പക്ഷേ വീഡിയോ ഇടാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ അതിങ്ങനെ ഓരോ ദിവസം നീട്ടി അത് ഇന്നാണ് എനിക്കിടാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒന്ന് കണ്ട് നോക്കണേ. എല്ലാ കൂട്ടുകാരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞങ്ങളുടെ അന്നത്തെ ദിവസം കണ്ടില്ലേ, നല്ല തണുപ്പായിരുന്നു. അപ്പോൾ എല്ലാവരും ഒക്കെ ഇങ്ങനെ ഓരോരുത്തർ തീരടുത്തേക്ക് ഇങ്ങനെ ചേർന്നിരിക്കുക കേട്ടോ. കൈയൊക്കെ ചൂടാക്കൊണ്ടില്ല. ഇത് അവിടെ ചെയ്യാൻ വന്ന ആൾക്കാരാട്ടോ, ചേച്ചി രണ്ട് ചേട്ടന്മാർ. ഇതെല്ലാം നിങ്ങളുടെ സ്റ്റാഫാണ്, ടീച്ചേഴ്സാണ്, ലേഡീസ്. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കാനായിരുന്നു പ്ലാന്. പക്ഷെ ഞങ്ങളെക്കൊണ്ട് പറ്റില്ല എന്നൊരു ഇത് വന്നപ്പം ഞങ്ങൾ ആൾക്കാരെ വിളിച്ചു. സാറന്മാരും പിന്നെ പറഞ്ഞു പുറത്തുനിന്ന് ആളെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 4 പേരും ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ല, ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ്. വെജിറ്റബിൾസ് ഉണ്ട്, ഗോതമ്പൊടി, ഓയില്, നമക്ക്, ഉപ്പ്. എനിക്ക് ഇടയ്ക്ക് ഹിന്ദി ഇങ്ങനെ കയറി വരും, അതുകൊണ്ടാട്ടോ. മസാലകൾ അതെല്ലാം ഉണ്ട്. ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡാട്ടോ. ഇങ്ങനെ ഈ അടുപ്പിനകത്ത് ചുട്ടെടുക്കുന്ന ചപ്പാത്തിയും ദാല്, പരിപ്പ് കറിയും, പിന്നെ ഈ വഴുതനങ്ങയും ചുട്ടിട്ടൊരു എന്താ പറയുക, നമ്മുടെ നാട്ടിലെ ചമ്മന്തി പോലെ കുഴച്ചെടുക്കുന്ന ഒരു സാധനം. അങ്ങനൊരു അത് ഇവിടുത്തെ ഒരു കറിയാണ്. അപ്പം അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതല്ലേ എല്ലാവരും ഇങ്ങനെ പുതച്ച് മൂടി നിൽക്കുകയാണ്, തണുപ്പ് കാരണം. നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ ടീച്ചറെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അച്ചേട്ടന്മാർ സാധനങ്ങൾ കൊണ്ടുവരിക, വയ്യന്മാർ. ഇതൊരു സാറാണ്, സാറ് ലിസ്റ്റ് ചെയ്തുകൊണ്ട് എന്തോ എഴുതുകയാണ്. എൻ്റെ അടുപ്പ് കൂട്ടാനുള്ള കല്ലാട്ടോ. അവിടെ ഭയങ്കര മഞ്ഞ. പക്ഷേ ഗ്രൗണ്ടിൽ പിള്ളേർ കളിക്കുന്നുണ്ടേ, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. വേറെ കുറച്ച് പേര് തീയിട്ടുണ്ടിരിക്കുന്നത്. അത് ഞങ്ങളുടെ പ്രത്യേകിച്ച് ഒരു സ്റ്റാഫാണ്. ഇതാണ് കണ്ടോ, വഴുതനങ്ങ. ഇത് ആ തീയിലിട്ട് ചുട്ടെടുക്കും. ഇതാണ് ഈ ചാണകം കൊണ്ടുണ്ടാക്കിയതാണ്. അത് വെച്ചിട്ട് തീ കത്തിക്കുന്നത്. അപ്പോൾ കുറേ നേരം ഈ ചൂട് നിൽക്കും, തീയും കെട്ടുപോകാതെ നിൽക്കും അല്ലേ. ഞാനും ഇടയ്ക്ക് പോയി കൈ വെക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ നല്ല തണുപ്പാണ്. അതുപോലെ കണ്ടില്ല, ഇതാണ് ഞങ്ങളുടെ കൃഷിസ്ഥലം. അവിടെയൊക്കെ ഇങ്ങനെ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഞങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ വീടൊക്കെ ബിൽഡിംഗ് ഉള്ളതാണ്. അതൊന്നും ഇന്ന് കാണാൻ പറ്റുന്നില്ല. ദിവസം വീണ്ടും കുറേ പാത്രങ്ങളൊക്കെ ആയിട്ട് ഒരു വണ്ടിയൊക്കെ കേട്ടോ, വയ്യന്മാർ. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. എല്ലാവരും ഇന്ന് ഒരുമിച്ച് കൂടുക, ഒരുമിച്ച് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു. ആദ്യമായിട്ടാട്ടോ ഞങ്ങളിങ്ങനെ ചെയ്യുന്നത്. മഞ്ഞ, ഈ മഞ്ഞപ്പൂ കാണുന്നതുണ്ടല്ലോ, കടുകിൻ്റെ കേട്ടോ. അതേ കണ്ടോ, വഴുതനങ്ങ ഇങ്ങനെ തീയിലിട്ട് ചുട്ടെടുക്കുക. ബേഗന് ഹിന്ദി പറയുന്ന കേട്ടോ. കണ്ടില്ലേ, ഇതാണ് ചാണകം കൊണ്ടുണ്ടാക്കിയ മറ്റേ സാധനം, കത്തിക്കാനുള്ള. എന്താ പറയുന്നത് എനിക്കറിയില്ല. അത് ഡാല് വെക്കാൻ പോകുന്നു. ഇത് അതിനുള്ള പച്ചമുളകും ഇഞ്ചിയാണ്. ഇവിടെ എല്ലാം ചേർക്കും അതിനകത്ത്, ഇഞ്ചിയൊക്കെ. ദാലിനും, അതായത് പരിപ്പിനും, പിന്നെ മറ്റേ വഴുതനങ്ങയുള്ള ചട്നിക്കും. ഇത് ഞങ്ങളുടെ പാത്രങ്ങളൊക്കെ കൊണ്ടുവച്ച് അവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒക്കെ ഇങ്ങോട്ട് വന്ന് പോകുന്നുണ്ട്, നോക്കുന്നുണ്ട്. അത് ചുട്ട സാധനം അവരത് എടുത്ത് മാറ്റിയിട്ട് ഇതിൻ്റെ തൊലി കളയുക. കണ്ടില്ലേ, തൊലി ഇങ്ങനെ കളഞ്ഞിട്ട് മാറ്റി വെക്കും. അടുപ്പയിൽ പരിപ്പ് കിടന്ന് വേകുന്നുണ്ട്. നല്ല തീയാണ്. പൊളിച്ച് വെച്ച സാധനമാണ് വഴുതനങ്ങ. ഇതിനകത്ത് ഇനിയും പച്ചമുളക്, ഇഞ്ചി,
മിക്സ് ചെയ്യും. പിന്നെ ഉള്ളി ഇടുമെന്ന് തോന്നും. എന്നിട്ട് ഇത് കടുക് വറുത്തിട്ട് എണ്ണയിൽ കടുക് വറുത്തിട്ട് ഇവിടെ അതിനകത്തോട്ട് ചേർക്കും താളിച്ചിട്ട്. വേറെ മസാല ചേർത്തില്ലെന്ന് തോന്നുന്നു. ഇതെല്ലാം ഞങ്ങൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇരിക്കുക ചൂടുള്ള താളിക്കവർ അതിനകത്ത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മറ്റേ കറുവപ്പട്ട മസാലയിലുള്ള ഇലയില്ലേ അതാണ്. വഴനയിലോ അങ്ങനത്തെ പറയത്തില്ല, എനിക്കറിയില്ല. സാലഡ്. പിന്നെ ഉണ്ട് ഞങ്ങളുടെ കറിയൊക്കെ വെന്തിരിക്കുന്ന വീഡിയോ കേട്ടോ. ദാലാണിത്, ഇത് ദാലാണ്. മറ്റേതാണ് വഴുതനങ്ങ കൊണ്ടുള്ള ചട്നി. ഇതൊന്നും മസാല ഇടുമെന്ന് തോന്നുന്നു കേട്ടോ, ഞാൻ കണ്ടില്ലായിരുന്നു. എനിക്ക് എല്ലാ വീഡിയോ എടുക്കാനും പറ്റിയില്ല. ഇത് റൊട്ടി ഉണ്ടാക്കാനുള്ള പാട്ട്. ഇങ്ങനെ റൊട്ടി ഉണ്ടാക്കുന്നവരാദ്യം അതിലിങ്ങനെ പരത്തിയിട്ട് ആ വലിയ തവയിലിട്ടിട്ടൊന്ന് ചുട്ടെടുക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം അവർ മറ്റേ അടുപ്പിനകത്ത് വെച്ചിട്ട് ഒന്നുകൂടി ചുട്ടെടുക്കും. നല്ല കട്ടിയുള്ള റൊട്ടി കേട്ടോ, പക്ഷേ നല്ലതായിരുന്നു. ചൂടോട് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അന്ന് ഞാൻ കുറേ ഫുഡ് കഴിച്ചു, പക്ഷെ നന്നായിട്ട് ഫുഡ് കഴിച്ചായിരുന്നു കേട്ടോ. ഇതേ കണ്ടില്ലേ, അവരാ തീയിലിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുക. അവിടെ ഒരു സെക്ഷൻ ആൾക്കാർ കഴിക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയതെടുത്ത് കണ്ടില്ല ഇങ്ങനെ ചുട്ടെടുക്കും. ആ ചൂടോടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതിൻ്റെ പുറത്തിട്ട് ഈ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് തേച്ച് വരും. എന്നിട്ട് അത് വെച്ചിട്ട് ആ സബ്ജി കൂട്ടി കഴിക്കണം. അതാണ്. പക്ഷേ കൊള്ളാം കേട്ടോ ഇവിടുത്തെ നാടൻ. എല്ലാവർക്കും പക്ഷെ ഇഷ്ടപ്പെടണമെന്നില്ല. ഈ വഴുതനങ്ങയൊന്നും ആർക്കും ഇഷ്ടപ്പെടത്തില്ലല്ലോ. ഇതേ കണ്ടില്ലേ, അവർ കറിയൊക്കെ എടുക്കുക. ടീച്ചേഴ്സാട്ടോ. ദാലാണ് പരിപ്പ്. ഞാൻ കഴിക്കുന്നില്ല. ഇവിടെ എൻ്റെ പാത്രത്തിൽ ഒരു ബട്ടറിൻ്റെ ക്യൂബ്, പിന്നെ സാലഡ്, ദാല്, സബ്ജി. എൻ്റെ ഞങ്ങൾ ലേഡീസ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്ന് കഴിക്കുക.